പോലീസിന്റെ കൊടിയ പീഡനങ്ങൾ ഒരുപാട് അനുഭവിച്ച വ്യക്തിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തെ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് കാല് കുത്തി പൊളിച്ച് യഥാർത്ഥത്തിൽ അദ്ദേഹം അബോധാവസ്ഥയിലായപ്പോൾ അദ്ദേഹത്തെ കാട്ടിലേക്ക് വലിച്ചെറിയാൻ ഏൽപ്പിച്ചപ്പോൾ ഒരു കള്ളനായ കോലപ്പനാണ് അദ്ദേഹത്തിന് ജീവനുണ്ടെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇങ്ങനെ എത്ര കടുത്ത അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പുസ്തകത്തിൽ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നിൽ VS-നെ ഒരു നോക്കു കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ക്യൂ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ ജനഹൃദയങ്ങൾ ജീവിക്കുന്ന വിപ്ലവ സൂര്യൻ എരിഞ്ഞടങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യവുമായി അവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ പൊരുത്തപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ വിപ്ലവത്തിൻ്റെ തീപ്പന്തമായിരുന്നു VS അച്യുതാനന്ദൻ. പതിറ്റാണ്ടുകൾ നീണ്ടുപോയ ആ വിപ്ലവ സൂര്യൻ്റെ ചിന്തകളിലാണ് ഇപ്പോഴും നമ്മുടെ ജനങ്ങൾ. മലയാളി ജനസമൂഹം ഇത്രയും വലിയൊരു വിയോഗത്തിൻ്റെ കാഴ്ച ഈ അടുത്ത കാലത്തൊന്നും അനുഭവിച്ചിട്ടില്ല. അലക്സ് റാം മുഹമ്മദ് കൂടി തിരുവനന്തപുരത്ത് പാളയം ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് AKG ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അലക്സ്, യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾ അവിടേക്ക് ഒഴുകുന്നത് കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? കാരണം VS-ൻ്റെ മകൻ താമസിക്കുന്ന വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള സമയം കടന്നുപോയി കഴിഞ്ഞു. രാത്രി ഇത്രയും വൈകി, എന്നിട്ടും ജനങ്ങളുടെ ഒഴുക്കിന് കുറവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. VS-ന്റെ മകന്റെ വീട് ബാർട്ടൺ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കാൻ ഇനിയും സമയം വൈകുമെന്നാണ് ഈ അണമുറിയാതെ AKG സെന്ററിലേക്ക് ഒഴുകുന്ന ഈ ജനസഞ്ചയം, ഈ പ്രവാഹം തെളിയിക്കുന്നത്. ഇതിനപ്പുറം, അതായത് സർവകലാശാലയ്ക്കപ്പുറം, ആശാൻ സ്ക്വയറിനപ്പുറം ഈ ക്യൂ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുന്നതിനുള്ള ക്യൂ ഇങ്ങനെ ഒഴുകി നിൽക്കുകയാണ്. 10:30 മണി കഴിയുന്നു. ഈ ആളുകൾ ഒഴുകിയെത്തുന്നതൊന്ന് നോക്കുക. തൊട്ടു പിന്നിൽ ഈ മുദ്രാവാക്യം വിളി ഒന്ന് കേൾക്കുക. തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദനം അർപ്പിക്കുന്നു ആളുകൾ, ജനങ്ങൾ. ഇതിൽ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ല. സ്വാഭാവികമായി CPM പ്രവർത്തകരുണ്ടാവും, പക്ഷേ ഈ ഒഴുകിയെത്തുന്ന ജനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ പ്രായഭേദമന്യേ അവർ ഒഴുകിയെത്തുകയാണ്. മണിക്കൂറുകളോളം ഈ AKG സെന്ററിന്റെ മുൻവശം അത് ഒരുപക്ഷെ നിയന്ത്രിക്കാൻ വിധത്തിലായിരുന്നില്ല ജനത്തിരക്ക്. പോലീസ് നന്നേ പാടുപെട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ക്യൂ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ആ ക്യൂ ആണിപ്പോൾ ഇതാ വരിയായി AKG സെന്ററിനുള്ളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പോയി തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അണമുറിയാത്ത പ്രവാഹം ഇത് തന്നെ ഈ നാളെയും ഇനി ദർബാർ ഹാളിലേക്കും അതുപോലെ വീട്ടിൽ പൊതുദർശനത്തിൽ വെക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തരത്തിൽ ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. പലരും അവരുടെ തൊണ്ട പൊട്ടുമാറി മുദ്രാവാക്യം വിളിക്കുകയാണ്. മണിക്കൂറുകളായി ഈ മുദ്രാവാക്യം അവരിങ്ങനെ അവരുടെ മുഷ്ടി ചുരട്ടി ആകാശത്തേക്ക് ചുരട്ടി ആ മുദ്രാവാക്യം വിളി ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണേ കേരള VS എന്നവർ ഇങ്ങനെ ആർത്തിരമ്പി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ഒടുങ്ങാത്തൊരു തിരമാല കടക്കെ തലസ്ഥാന നഗരിയിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. SUT ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച ആ അന്ത്യാഭിവാദനം നൽകി തുടങ്ങിയതാണ്. ഇപ്പോഴെന്താ അതങ്ങനെ തന്നെ അണമുറിയാതെ തുടരുന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ കൂടി ഇവിടേക്ക് എത്തുന്നു. ഈ സമയത്ത് കൂടുതൽ പ്രവർത്തകർ കൂടി AKG സെന്ററിന്റെ മുൻവശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അണമുറിയാത്ത പ്രവാഹം അത് അവിടേക്ക് ആളുകൾ വന്ന് ജോയിൻ ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ക്യൂവിൽ അവർ വന്ന് ഈ കണ്ടുചേരുകയും കൂടി ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഒഴുകുകയാണ്. അത് AKG സെന്ററിന്റെ ഉള്ളിലേക്ക് ഒഴുകി എത്തുകയാണ്. ഞാൻ നേരത്തെ ഈ മുദ്രാവാക്യം വിളിക്കുന്നവരിൽ ചില കുട്ടികൾ, ചില വനിതകളൊക്കെ അവർ കൈ ഉയർത്തി തൊണ്ട പൊട്ടുമാർ അവർ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിൽ അവരുടെ ആവേശം അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട നേതാവിനോടുള്ള ആദരം, ഏറ്റവും ഒടുവിൽ അവസാനമായി നേതാവിനെ ഒരു നോക്ക് കാണുന്നതിനുള്ള അവരുടെ ആഗ്രഹം, അഭിവാഞ്ചം, അതെല്ലാം അവർ ഇവിടെ കാണിക്കുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നഷ്ടപ്പെട്ടത് ഒരു പോരാളിയാണ്. അത് ഏതു വിധത്തിലെ പോരാളി എന്ന് പറഞ്ഞാൽ എന്തിനും വിശ്വസിച്ച് കൂടെ നിർത്താവുന്ന ഒരു കാവലാളിനെ നഷ്ടപ്പെട്ട പ്രതീതിയിൽ പൊതുസമൂഹം AKG സെന്ററിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഈ 10 മണിക്കും ഇവിടെ നിന്ന് കാണുന്നു എന്നുള്ളതാണ്. ചേട്ടൻ എവിടെ നിന്നായിരുന്നു? അത്തരത്തിൽ അവരുടെ തൊഴിൽ കഴിഞ്ഞ്, അതായത് തൊഴിൽ സമയം കഴിഞ്ഞ് തൊഴിലിടങ്ങളിൽ നിന്ന് ഈ 10 മണിക്ക് ഇവിടേക്ക് ഒഴുകി എത്തുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. അതങ്ങനെ ഇപ്പോൾ അതിനൊരു അച്ചടക്കമുണ്ട്. ഈ ക്യൂവിനൊരു അച്ചടക്കമുണ്ട്. ഇത് അങ്ങറ്റം വരെ നീണ്ടു നിൽക്കുകയാണ്. ആ ക്യൂവിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്. 1923 പുന്നപ്രയിൽ VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. പുന്നപ്രയിൽ ജനിച്ച് അതിനുശേഷം VS-ന്റെ ജീവിതം, ആ ജീവിത ചരിത്രം നമ്മളൊന്ന് എടുത്തു നോക്കുക. 102 വയസ്സ് വരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഏതു വിധമായിരുന്നു, ആർക്കൊക്കെ എതിരെ പോരാടിയാണ് VS
പൊതുസമൂഹത്തിൽ തൻ്റെ രാഷ്ട്രീയ മുഖം ഉറപ്പിച്ചതെന്ന്, തൻ്റെ വ്യക്തിത്വം ഉറപ്പിച്ചത്, തൻ്റെ നായകത്വം നെടുനായകത്വം ഉറപ്പിച്ചതെന്നുള്ളത് ആ ജീവിതം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പോരാട്ടം ഏറ്റവും ഒടുവിലും അദ്ദേഹം തുടർന്നു. ആ കിടക്കയിലും, അതായത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായി. SUT ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം ആ പോരാട്ടം തുടർന്നു. 29 ദിവസം ആ കിടക്കയിൽ വെന്റിലേറ്ററിൽ അദ്ദേഹം ആ പോരാട്ടം തുടർന്നത് നമ്മൾ കണ്ടു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച SKN 80-85 വയസ്സുള്ള VS അച്യുതാനന്ദൻ മുണ്ട് മാടിക്കുത്തി മതികെട്ടാനിലേക്ക് നടന്നു കയറിയ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മൂന്നാറിലേക്ക് നടന്നു കയറിയ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജീരകപ്പാറയിലേക്ക് നടന്നു കയറിയ VSന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാർട്ടി പറയുന്ന ചട്ടക്കൂട് മറ്റൊന്നാണെങ്കിൽ VSന്റേത് അത് മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന, മനുഷ്യപക്ഷത്തൊപ്പം നിൽക്കുന്ന ഒരു ചട്ടക്കൂടായി മാറുന്നത് പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴും പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കാൻ VS, അല്ലെങ്കിൽ പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ പാർട്ടി പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ VS ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആലപ്പുഴ സമ്മേളനം നമ്മുടെ മുന്നിലുണ്ട്. ആലപ്പുഴ സമ്മേളനത്തിൽ പാർട്ടിയിൽ നിന്ന് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ VSനെ കണ്ടിട്ടുണ്ട്. ഒരു അച്ചടക്ക നടപടി എങ്ങനെയാണ്, സ്വാഭാവികമായ ഒരു CPM പ്രവർത്തകൻ അറിയാം എങ്ങനെയായിരിക്കും സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ VS വളരെ ശാന്തനായിരുന്നു. VS ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയില്ല. VS പിന്നെയും കാത്തിരുന്നു. ഉൾപാർട്ടി സമരം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കൂടി പഠിപ്പിച്ച നേതാവാണ് ഈ 64-ൽ ഇറങ്ങി വന്ന 32 പേരടങ്ങുന്ന സ്ഥാപക നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദൻ. അദ്ദേഹം എന്താ വിട പറയുന്നു. 102 വയസ്സുള്ള VS അച്യുതാനന്ദൻ വിട പറയുന്നു. അണമുറിയാത്ത പ്രവാഹം ഇങ്ങനെ ഒഴുകി എത്തുന്നുണ്ട്. ഈ AKG സെന്ററിന്റെ മുന്നിലെ കൊടിമരം, ആ കൊടിമരത്തിൽ CPMന്റെ പതാക പകുതി താഴ്ത്തി അതിൽ കറുത്ത പതാക ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് VSനൊപ്പം ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ആ തരത്തിൽ ഓർമ്മകൾ പങ്കുവെച്ച് VSനൊപ്പമുള്ള സമര പോരാട്ടങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് നേതാക്കൾ, ഇത് അണമുറിയാതെ നേതാക്കൾ കൂടി ഇവിടെ ഒഴുകിയെത്തുന്നു. പ്രവർത്തകർ ഒഴുകിയെത്തുന്നു, യുവാക്കൾ ഒഴുകിയെത്തുന്നു, യുവതികൾ ഒഴുകിയെത്തുന്നു. അക്ഷരാർത്ഥത്തിൽ AKG സെന്റർ VSനോടുള്ള ആദരക സൂചകത്തിന്റെ ഒരു പ്രകമ്പനം തീർക്കുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം വിളി, ഈ മണിക്കൂറുകളായി ഇപ്പോഴും തുടരുന്ന മുദ്രാവാക്യം വിളി അവർ ഉയർത്തുന്നു. കണ്ണേ കരളെ VSയെ ആരു പറഞ്ഞു മരിച്ചെന്ന് അവർ ഇങ്ങനെ ഉറക്കെ ചോദിക്കുകയാണ്. അവർ അവരിലൂടെ VS ജീവിക്കുന്നെന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ചേട്ടൻ എവിടെ? ഞാൻ മണക്കാട് VSനെ ഒരു നോക്ക് കാണാണ് രാത്രി. അവസാനമായിട്ട് VSനെ ഒന്ന് കാണാൻ വേണ്ടി, VSന്റെ ആ നല്ല പ്രവൃത്തി, നല്ല ഒരു മുഖ്യമന്ത്രി ആളുമായതുകൊണ്ടാണ്. അത്തരത്തിൽ VSനെ പറ്റി ഇങ്ങനെ വാദോരാതെ പറയുകയാണ്. അവരിങ്ങനെ ദൃശ്യങ്ങളിൽ കാണാം. VSന്റെ ഒരു ചിത്രം ഉയർത്തി ഒരാൾ കടന്നു പോകുന്നത് നമ്മൾ ആ ക്യൂവിലെ ദൃശ്യങ്ങളിൽ കാണാം. VSന്റെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി പത്രങ്ങൾ, ദേശാഭിമാനിയിൽ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ സ്പെഷ്യൽ എഡിഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പത്രങ്ങൾ ഉയർത്തി ചില പ്രവർത്തകർ ഇതുവഴി കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച SKN അതൊരു വല്ലാത്തൊരു ഒരു വിപ്ലവ പ്രകമ്പനം ഇവിടെ പ്രവർത്തകർ തീർക്കുന്നു. ഒരു 102 വയസ്സിന്റെ സമര പാരമ്പര്യം, വിപ്ലവ പാരമ്പര്യം, ആ പോരാട്ടത്തിന്റെ ആ തേജസ്, അത് പ്രവർത്തകരിലൂടെ അവർ വിളിച്ചു പറയുന്നു. VSനോടുള്ള ആദരം അവർ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു.